ഡോക്ടറെ ഞാൻ കണ്ണൂരിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ആരാണ് ഞാൻ? അതെ അതെ. കണ്ണൂർ എവിടെയപ്പോ? ഞാൻ നടുവിലാണ്. എവിടെയാണ് സാർ? നടുവില്. എനിക്ക് അങ്ങനെ അറിയില്ല. ചെമ്പന്തൊട്ടി ശ്രീകണ്ഠപുരൊക്കെ അറിയാം? ശ്രീകണ്ഠപുരം. അവിടുന്ന് ചെമ്പന്തൊട്ടി ആലക്കോട് കുടിയാൻമല റോഡൊക്കെ ഉണ്ട്, മലയോര ഹൈവേ. എനിക്ക് അങ്ങനെ ഞാന് ബഹറിൻ ഡോക്ടർ TPS നടിച്ച എന്റെ കുറെ വീഡിയോ കാണാം. ബഹറിന്റെ അവിടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനൊക്കെ ഇഷ്ടം പോലെ വർക്ക്ഷോപ്പ്, 3 ദിവസത്തെ വർക്ക്ഷോപ്പ് ഒക്കെ. എനിക്ക് ഇപ്പൊ അലോട്ട്മെന്റ് വന്നു. ഫസ്റ്റ് അലോട്ട്മെന്റിന് എനിക്ക് SCMS കോളേജ് കിട്ടിയ. സോ എനിക്ക് ഫസ്റ്റ് അലോട്ട്മെന്റില് SCMS എറണാകുളം കിട്ടിയ, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന്. അതാണോ ഇഷ്ടം? അതെ, എനിക്ക് അതന്നെ ഇഷ്ടം. കമ്പ്യൂട്ടർ സയൻസ് തന്നെ ഇഷ്ടം? അതെ അതെ. പിന്നെന്താ സംശയം? നേരെ അങ്ങോട്ട് പോയി ചേരും. അതല്ല, ഈ SCMS കിട്ടി, പക്ഷെ സെക്കൻഡ് അലോട്ട്മെന്റ് എനിക്ക് ക്രൈസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇരിങ്ങാലക്കുട? അതെ. അപ്പൊ നമുക്ക് ഇടക്കിടക്ക് കാണാം. ഞാൻ ഇരിങ്ങാലക്കുടക്കാരനാണ്. ഇരിങ്ങാലക്കുട പുതിയ കോളേജ്, SCMS കുറച്ച് പഴയതാണ്. സോ ഇതില് ഏതാണ് നല്ലൊരു ഓപ്ഷൻ ആയിട്ട്? ഞാൻ രണ്ടും ഒരേപോലെയാണ് റേറ്റ് ചെയ്യുക. ഒന്ന് സിറ്റിയിലാണ്, മറ്റേത് ഇരിങ്ങാലക്കുട എന്ന് പറയുന്നത് കുറച്ചൊരു അത്ര സിറ്റി അല്ല, അത് മാത്രം. മോളെ, നല്ലോണം പഠിക്കുന്ന കുഞ്ഞൊക്കെ പ്ലേസ്മെന്റ്സ് ഒന്നും നോക്കാനേ പാടില്ല. ഈ പ്ലേസ്മെന്റ്സ് എന്ന് പറയുന്നത് ആരെങ്കിലും പിടിച്ചുകൊണ്ടിട്ട് കമ്പനീനെ കൊണ്ട് കുറച്ചാളെ എടുപ്പിക്കും. ആ എടുത്ത ആളെല്ലാം 3 മാസം കൊണ്ട് ചിലപ്പോൾ അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടാണ്ട് വേറെ ഏതെങ്കിലും കമ്പനി തപ്പും. അങ്ങനെ ഗ്യാരണ്ടി ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് പ്ലേസ്മെന്റിന്റെ അഡ്വർടൈസ്മെന്റ് പ്രൈവറ്റ് കോളേജുകൾ നടത്തുന്നത് നോക്കിയിട്ട് ആരെങ്കിലും ഡിഫൻസിൽ ആളെ എടുക്കാൻ വേണ്ടി കോളേജിൽ പോയി തപ്പുവോ? IAS ആരെ കോളേജിൽ പോയി തപ്പിയെടുക്കുവോ? ഞാൻ ISRO സ്പേസ് ഡിപ്പാർട്ട്മെന്റ് ആരെങ്കിലും ഇതുവരെ പോയിട്ട് കോളേജിൽ പോയിട്ട് പിള്ളേരെ തപ്പിയെടുത്തിട്ടുണ്ടോ? പോലീസ് എടുത്തിട്ടുണ്ടോ? MLA മാരെ സെലക്ട് ചെയ്യുക, ജഡ്ജിമാരെ സെലക്ട് ചെയ്യുക, പിന്നെ ഏതെങ്കിലും മാഷന്മാരെ കിട്ടാൻ വേണ്ടിയിട്ട് കോളേജിൽ പോയിട്ട് ആൾക്കാരെ തപ്പുവോ? പിന്നെ എന്ത് ജോലി? ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനികൾ ഒരു 10 കമ്പനീൻ്റെ പേര് കൊടുത്തിട്ട് കോളേജിന്റെ മുമ്പിൽ നോട്ടീസ് വെക്കുക. ഇവരൊക്കെ ഞങ്ങളുടെ കമ്പനിയിലെ ആള്. അതിൽ ഇൻഫോസിസ് ഉണ്ടാവില്ല, ടാറ്റ ഉണ്ടാവില്ല, പിന്നെ പെഗാസിസ് ഉണ്ടാവില്ല, അങ്ങനെ വലിയ കമ്പനികളൊന്നും ഉണ്ടാവില്ല, ബിർളി ഉണ്ടാവില്ല. അംബാനി ഇതുവരെ ആൾക്കാരെ പോയിട്ട് സ്കൂളിൽ പോയിട്ട് പിള്ളേരെടുക്കുക? എന്തിനാ ഇങ്ങനത്തെ ഈ അഡ്വർടൈസ്മെന്റ് നോക്കിയിട്ട് പോണേ? മോള് നന്നായിട്ട് പഠിക്കുക, കുറേ എക്സ്ട്രാ കോഴ്സ് ചെയ്യാം. എന്നാ ചോദിക്കട്ടെ, ഇപ്പൊ എത്ര എക്സ്ട്രാ കോഴ്സിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി? ഞാനിപ്പോ സൈബർ സെക്യൂരിറ്റിന്റെ കോഴ്സ് ചെയ്യുന്നുണ്ട്. എവിടുന്ന് ചെയ്യുന്നുണ്ട്? യൂട്യൂബും പിന്നെ ഗൂഗിളിന്റെ കോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതില്. കോഴ്സ് എറയിൽ ഏതെങ്കിലും അല്ലെങ്കിൽ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് എവിടെന്നെങ്കിലും ചെയ്തിട്ടുണ്ടോ? എപ്പോഴും യൂണിവേഴ്സിറ്റികൾ നോക്കുക. വെറുതെ യൂട്യൂബിൽ നിന്ന് കേട്ടിട്ട് നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടൂലല്ലോ, അവര് പരീക്ഷ നടത്തൂലല്ലോ, അവർ അസൈൻമെന്റ് തരില്ലല്ലോ. അപ്പൊ ഇതേ പണി തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഓപ്പൺ, ഞാൻ ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ മോക്ക് അയച്ചുതരാം. ഞാൻ ലിങ്ക് അയച്ചുതരാം. എന്നിട്ട് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് എന്ന് പറഞ്ഞ് ബഹ്റിൻ തന്നെ 4-5 ഇപ്പൊ കിടക്കുന്നുണ്ട് എന്റെ കയ്യില്. ഓക്കെ, ഇന്നുകൂടി അയക്ക്. ഓക്കെ, ഒരു 10-100 മെസ്സേജ് വരുന്നുണ്ട് മോളൂ, ഞാൻ ഒന്നിനും വിടാണ്ട് മറുപടി അയക്കുന്നുണ്ട്. ഇപ്പൊ കിട്ടി. ഹലോ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് അടിക്കരുത് എപ്പോഴും. ഇപ്പൊ കണ്ടു മെസ്സേജ്. അതെപ്പോഴാണ് അയച്ചത്? 700 മെസ്സേജസ്, 3:07 PM. അത് ഇപ്പോഴായിട്ടല്ലേ ഉള്ളൂ. ഞാൻ അവിടെ ഒന്നും എത്തിയിട്ടില്ല എൻ്റെ കുഞ്ഞെ, കുറേ കിടക്കുന്നുണ്ട് ബാക്കി പെൻഡിങ്. ഹലോ എന്ന് പറയരുത് കേട്ടോ. ഹലോ എന്ന് പറഞ്ഞാൽ പഴയ അലക്സാണ്ടർ ഗ്രഹാംബെല്ലിന്റെ ഗേൾഫ്രണ്ടിന്റെ പേരാണ്. പിന്നെ അത് അറിഞ്ഞിട്ടാ എന്നെ ഹലോ എന്ന് വിളിക്കുന്നത്. ഞാൻ എങ്ങനെ അലക്സാണ്ടർ ഗ്രഹാംബെല്ലിന്റെ ഗേൾഫ്രണ്ട് ആവുക? ഡോക്ടർ TPS. അത് നമ്മളാ സാധാരണയൊക്കെ മാറ്റിട്ട് കുറച്ചും കൂടി ഡീസന്റ് ആവണ്ടേ? അല്ല, നമസ്തേ ഡോക്ടർ TPS, ഇസ്ലാം അലൈക്കും ഡോക്ടർ TPS. അപ്പൊ ഞാൻ തിരിച്ചയക്കും അലൈക്കും ഇസ്ലാം. ഇൻഷാ അല്ലാഹ് നമ്മൾ കാണും അടുത്തന്നെ. വേണ്ട മോനെ, നമ്പർ 1. ഞാൻ ഇപ്പൊ ഒരുത്തന്നെ ചീത്ത പറഞ്ഞതേ ഉള്ളൂ, കോഴിക്കോടുകാരനെ, സൈബർ സെക്യൂരിറ്റി കോഴ്സ് ചെയ്യുന്നവന്.
ഞാൻ മോളെ ഞാൻ സൈബർ സെക്യൂരിറ്റി നല്ലതാണ്, പക്ഷെ മാസ്റ്റേഴ്സ് ലെവലിൽ ചെയ്യായിരിക്കും നല്ലത്. കാരണം ഈ കേരളത്തിലൊന്നും ഇത് അറിയുന്ന ഒറ്റൊരു പഹയനും ഇല്ല, മനസ്സിലായ? അങ്ങനെ എന്തെങ്കിലും കുറച്ചറിയെങ്കിൽ അവന് വേറെ എന്തെങ്കിലും ജോലി കിട്ടി പോയേനെ. അപ്പൊ ഈ പഠിപ്പിക്കാൻ പോകുന്നവനൊന്നും ഇതുവരെ ഇതിൻ്റെ അകത്ത് ഒരു സംഭവവും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഏതെങ്കിലും ബുക്ക് നോക്കി കുറച്ച് പറഞ്ഞു തരും, കുറച്ച് അസൈൻമെന്റ്സ് തരും, മാർക്ക് തരും, പാസ്സാക്കും. അത് വെച്ചിട്ട് ഒരു സ്ഥലത്തും സൈബർ സെക്യൂരിറ്റിക്ക് ജോലിക്ക് കയറ്റൂല മോളെ. കാരണം അതെന്താ വെച്ചാല് നമ്മള് ഇപ്പൊ ഈ ഇവിടുന്ന് ബേസിക് ആയിട്ട് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞിട്ട് എബ്രോഡിൽ സൈബർ സെക്യൂരിറ്റിക്ക് പോയി ആയിരിക്കും. എബ്രോഡിൽ പോകുന്ന സമയത്ത് ഇപ്പൊ ഗൂഗിള് അങ്ങനത്തെ വലിയ വലിയ കമ്പനികളിൽ ആരെങ്കിലും മാൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അവർ അപ്പോയിന്റ് ചെയ്യുന്ന പ്രൈവറ്റ് കമ്പനികളിൽ ജോലി കിട്ടും. അങ്ങനെ അമേരിക്കയിൽ തന്നെ 100,000 ആൾക്കാർ ഇപ്പൊ സൈബർ സെക്യൂരിറ്റി പഠിച്ചിറങ്ങുന്നവരുണ്ട്. അവർക്കല്ലാണ്ട് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആർക്കെങ്കിലും അവിടെ ജോലി കൊടുക്കും? അവരൊക്കെ ഇന്റേണൽ ആയിട്ടുള്ള ആൾക്കാരേ ചെയ്യുള്ളൂ. ഇപ്പൊ ഞാനിപ്പോ മോൾ എനിക്ക് മെസ്സേജ് അയച്ചു, നാളെ എനിക്ക് നല്ലോണം ഇതേ നമ്പറിന്ന് വേറെ ആരെങ്കിലും എനിക്ക് കുറേ വേണ്ടാത്തത് എഴുതി അയച്ചു എന്ന് വിചാരിക്കും. എനിക്കറിയുന്ന പിള്ളേരുണ്ട് ഗൂഗിളിൽ. ഞാൻ അവരോട് പറയും ഇത് ഏത് സ്ഥലത്തു നിന്ന് അയച്ചത്, അഞ്ചരക്കണ്ടിയിൽ നിന്നാണോ അല്ല വേറെ ഏതെങ്കിലും ലൊക്കേഷനിൽ നിന്നാണോ, കണ്ടുപിടിച്ച് തരണം എന്ന് പറഞ്ഞാൽ അവർ ഒട്ടനെ അഡ്രസ്സും ഏത് ഫോണിൽ നിന്നാണ് ആരാ ഹാക്ക് ചെയ്തത് കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തരും. അത് മോള് നാളെ പഠിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം മണ്ടത്തരം എന്തെല്ലാം വേണ്ടാത്തത് ചെയ്യും. എത്തിക്കലില്ല. ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ കള്ളത്തരത്തിൽ എത്തിക്കലില്ല. അത് പോലീസുകാർ ചെയ്യുമ്പോൾ എത്തിക്കലാവും. ഞാൻ ഡിഫൻസ് സെക്യൂരിറ്റിയിൽ വർക്ക് ചെയ്ത ആളാണ്, മോളെ അറിയാം എൻ്റെ പണി എന്തായിരുന്നു. അതെ, അത് മാത്രമല്ല ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് സയന്റിസ്റ്റ് ആയിരുന്നു. അത് കൂടാണ്ട് ഞാൻ റോയലാണ്, മിലിറ്ററി ഇന്റലിജൻസിലാണ്. അവിടെ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്നു ഞാൻ. അപ്പൊ ഈ സെക്യൂരിറ്റിന്റെ ഇതേ പണി ചെയ്ത ആളാണ് ഞാൻ. ഡയറക്ടർ ജനറൽ ഓഫ് സെക്യൂരിറ്റി എന്നാണ് എന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ പേരെന്നെ. എന്നാണ് അത് പ്രൈം മിനിസ്റ്ററുടെ കീഴിൽ നേരിട്ടാണ്. പോലീസുകാരെ പോലും ഏൽപ്പിക്കൂല. അത് പോലീസുകാരുടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഹോം ഡിപ്പാർട്ട്മെന്റ് ആണ്, ആണോ അല്ലയോ? ഹോം എന്ന് പറഞ്ഞാല് പോലീസുകാരുടെ ഡിപ്പാർട്ട്മെന്റ് ഹോം ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിലാണ് പോലീസുകാരൊക്കെ റിപ്പോർട്ട് ചെയ്യുക. പക്ഷെ പ്രൈം മിനിസ്റ്ററുടെ പോലീസിന്റെ താഴെ വേറൊരാളുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഏറ്റവും ടോപ്പ് പ്രൈം മിനിസ്റ്റർ ക്യാബിനറ്റ് സെക്രട്ടറി എന്നാ പറയാ. എന്താണ്? IAS ഏറ്റവും ടോപ്പ് പോസ്റ്റാണ് ക്യാബിനറ്റ് സെക്രട്ടറി. ആ ഓഫീസിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്നു ഞാൻ. അതുകൊണ്ട് ഇത്ര അതോറിറ്റേറ്റീവ് ആയിട്ട് ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ധൈര്യത്തിൽ ഞാൻ പറയുന്നു. ഒന്നുമില്ല, നമ്മളെ നാട്ടുകാരിയല്ലേ. ഉമ്മയോ? ഹൗസ് വൈഫ് അല്ല. ഹൗസ് വൈഫിന്റെ മലയാളം എന്നാ? വീട്ടു ജോലിക്കാരിയാ അമ്മ? വീട്ടു ജോലിക്കാരി എന്നല്ല, വീട്ടു ഭാര്യ എന്നാണ്. അങ്ങനെ വീട്ടു ഭാര്യ അല്ലാണ്ട് വേറെ ഭാര്യ ഉണ്ടോ? പിന്നെന്തിനാ വീട്ടു ഭാര്യ എന്ന് പറയുന്നത്? ഇതൊക്കെ ബ്രിട്ടീഷുകാർ പറഞ്ഞിട്ടുള്ള പഴയ പേരുകളാണ്. അതുകൊണ്ട് ഉമ്മേനെ എന്ത് പറയണമെന്നറിയാം? ഹാപ്പി ഹോം മേക്കർ. എന്താണ്? മോക്ക് ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് വീട്ടു ഭാര്യ ആവണോ? അപ്പൊ ഹാപ്പി ഹോം മേക്കർ ആവാം. എന്താവാം? HHM എന്നാ പറയാ. HM എന്ന് പറഞ്ഞാൽ ഹെഡ് മാസ്റ്റർ എന്നാണ് പണ്ട് നമ്മൾ പറയാം. ഞാൻ എല്ലാ അമ്മമാരും എന്താ വിളിക്കാ അറിയാം? ഡബിൾ HM എന്നാ പറയാ. ട്രിപ്പിൾ HM എന്നൊക്കെ പറഞ്ഞു. ഹാപ്പി ഹോം മേക്കർ. ഇപ്പൊ മനസ്സിലായ മോക്ക് ഞാൻ ഡിഫറെന്റ് ആയിട്ടാണ് സംസാരിക്കുന്ന ഒരാളാന്ന്? അപ്പൊ മോൾ അങ്ങനെ ആവണ്ടേ? യെസ്. നാളെ ഒരു വെബിനാർ ഉണ്ട്. അപ്പൊ ഒരു അസൈൻമെന്റ് ഉണ്ട് മോക്ക്. ആദ്യം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം. അത് കമ്മ്യൂണിക്കേഷൻ നന്നാക്കാനും ഞാൻ വളരെ വേഗമായിട്ടാണ് അതിന്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം. ആ വേഗമായിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം. അതിനാണ് എബിലിറ്റി. ഇത് IELTS പോലുള്ള പരീക്ഷ പാസ്സാവുന്നതിനേക്കാളും കറക്റ്റായിരിക്കും. എന്നിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് എന്താണ് ഈ വെബിനാറിൽ സങ്കല്പിക്കുന്നതെന്ന് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുത്താലേ അവർ ഗ്രൂപ്പിൽ നിൽക്കുള്ളൂ. ഒരു ദിവസമേ ഉള്ളൂ. നാളെ ഈ സമയമാകുമ്പോഴത്തേക്കും തുടങ്ങും. എത്ര നമ്പർ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അത് നമുക്ക് ഇതാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതാണ് ലീഡർഷിപ്പ് സ്കില്ല്, അതാണ് കോർഡിനേഷൻ സ്കില്ല്.
ഞാൻ ആഡ് ചെയ്യാ വേണ്ടത് ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് താല്പര്യമുണ്ടെന്ന് തോന്നുന്നത്, അത് ആരായാലും മതി. ഓക്കെ, എന്നിട്ട് എന്നെയും കൂടി ആഡ് ചെയ്യാം. ഞാൻ അതിനകത്തേക്ക് ലിങ്ക് അയച്ചു തരും. അതല്ലെങ്കിലും എൻ്റെ മോക്ക് ഞാൻ അയച്ചു തരും. പക്ഷേ അതൊരു അസൈൻമെൻ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് നോ എക്സ്ട്രാ ഒരു ഇത് ഇടയ്ക്ക് ഒരു ഇത് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ പിന്നെ വെബിനാറൊക്കെ നടക്കുമ്പോൾ പിന്നെ അത് മാത്രമല്ല, ഇപ്പം ലണ്ടനിൽ നിന്ന് സംസാരിക്കുന്ന ഒരാളെ പരിചയപ്പെടാം. അത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഫിലിപ്പൈൻസ് നിന്ന് പരിചയപ്പെടുത്തും. അങ്ങനെ വ്യത്യസ്തമായ രാജ്യങ്ങളിലുള്ള നല്ല സ്പീക്കേഴ്സൊക്കെ ആയിട്ടുള്ള ഒരു കോൺടാക്ട് ഉണ്ടാവും. ദെൻ യു വിൽ ഓൾസോ ലേൺ ഹൗ ടു ബിക്കം പാർട്ട് ഓഫ് ഇറ്റ്. ട്രൈ ഇല്ല, യെസ് ഡു, യെസ് ഓർ ഡോണ്ട് ഡു ഇറ്റ്. ദാറ്റ്സ് ഗുഡ്. ട്രൈ എന്നൊരു വാക്ക് ഡോക്ടർ TPSന് ഇഷ്ടമല്ല, ഒരിക്കലും പറയരുത് ട്രൈ ചെയ്യാന്ന്. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു മാരേജിന് വിളിക്കാൻ പോയി ഒരാളെ, അയാൾ ഐ വിൽ ട്രൈ ടു കം എന്ന് പറഞ്ഞാൽ ഞാൻ ഉടനെ പറയും വരണ്ട പറയുന്നത്. മനസ്സിലായോ? മോള് താഴത്തെ ഏതെങ്കിലും ഒരു സാധനം ഇട്ടിട്ടൊന്ന് എടുക്കാൻ ട്രൈ ചെയ്തോട്ടെ. ട്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എടുക്കില്ല എന്നർത്ഥം. ഒന്നുകിൽ എടുക്കും അല്ലെങ്കിൽ എടുക്കാണ്ടിരിക്കും, രണ്ട് കാര്യമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ട്രൈ എന്ന് പറഞ്ഞൊരു വാക്കുണ്ടോ? വണ്ടർഫുൾ, ദാറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ, സ്പെഷ്യലൈസേഷന് എബ്രോഡിൽ പോയി അമേരിക്കയിലൊക്കെ പോയി ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് വർത്ത് ഇറ്റ്. അതേ സാധനം ഡെവലപ്ഡ് കൺട്രിയിൽ എവിടെ ചെയ്തിട്ടും കാര്യമില്ല. കാരണം ഡെവലപ്പിംഗ് നേഷൻസിലൊന്നും, ഡെവലപ്ഡ് കൺട്രി അല്ലാതെ ഡെവലപ്പിംഗ് നേഷൻസിലൊന്നും ഇതിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. അവർക്കൊന്നും പണി കിട്ടില്ല. ഇപ്പൊ ഒരു പയ്യൻ സംസാരിച്ചേ ഉള്ളൂ. അപ്പൊ അവൻ പറഞ്ഞു പ്ലേസ്മെന്റ് ഒക്കെ ഉണ്ട്. ഞാൻ എന്ത് പ്ലേസ്മെന്റ് ഉള്ളത്? അവിടെ പഠിച്ചവരൊക്കെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ വേറൊരു പണിയും കിട്ടാത്തതുകൊണ്ടല്ലേ പഠിപ്പിച്ചവർ അവിടെ തന്നെ പഠിപ്പിക്കണേ. അപ്പൊ ചോദിച്ചാൽ അവിടെ ഏതെങ്കിലും പഠിച്ചവരൊക്കെ എന്തെങ്കിലും ജോലി കിട്ടിയിട്ടുണ്ടോ ചോദിച്ചു. ഇതുവരെ ഒരാൾക്കും കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് വളരെ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യാ. ഓക്കെ, നല്ല കുറെ എക്സ്ട്രാ കോഴ്സ് ചെയ്യാം. ഞാൻ മൂക്ക് ലിങ്ക് അയച്ചു തരാം. മൂക്ക് കോഴ്സുകൾ തപ്പുക, ഉഡാമി, അതേപോലെ സ്കിൽ സെറ്റ്. പ്രോഗ്രാമിംഗ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പ്രോഗ്രാമിംഗിനുള്ള ഓപ്ഷൻസ് ഉള്ള എബ്രോഡ് യൂണിവേഴ്സിറ്റികളുടെ കുറെ ഉണ്ട്. അതിൽ പൈത്തണും ഒക്കെ പഠിക്കണം. പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ അറിയണം. വണ്ടർഫുൾ, വെരി ഗുഡ്, വണ്ടർഫുൾ. ഓക്കെ, ഗുഡ്. അപ്പൊ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നാളെ അതിന്റെ സമ്മറി ആയിട്ട് അയക്കാൻ വേണ്ടേ? ആദ്യം ഉണ്ടാക്ക്, ഞാൻ അതിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് അയച്ചു തരാം. എന്താണ് ഗ്രൂപ്പ്, എന്താണ് അതിനകത്ത്, എന്താ പരിപാടി. എൻ്റെ ഫ്ലെയർ ഒക്കെ ഉണ്ട്, കണ്ടിരുന്നോ ഫ്ലെയർ? ഞാൻ ഉപ്പൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ്. അപ്പൊ ഉപ്പയുടെ നമ്പർ ഏതാണെന്ന് അതും കൂടി അയച്ചിടും, അപ്പോഴല്ലേ എനിക്ക് അറിയുള്ളൂ. അല്ലെങ്കിൽ ഇവരെല്ലാം വേറെ വേറെ സേവ് ചെയ്യണ്ടേ. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഒരു ഫാമിലിയിൽ നിന്ന് 10 പേരെന്നെ ചെയ്ത എല്ലാവരും ഒരേ പേരിലാണ് ഞാൻ ഇടുക. ഉപ്പയായാലും മോളായാലും ഉമ്മയായാലും എനിക്ക് ഒരേപോലെ. മെസ്സേജ് ഒക്കെ എല്ലാവർക്കും ഒരേപോലെ പോകും. എൻ്റെ ഈ ഫോണിൽ തന്നെ 1,00,000-ലധികം കോണ്ടാക്ട് ഉണ്ട് മോളെ. ഞാൻ എങ്ങനെ സൂക്ഷിക്കാൻ പറ? ശരി, റൈറ്റ്, താങ്ക് യു. ഞാൻ വരുന്നുണ്ട് അടുത്ത ആഴ്ച നാട്ടിൽ, കണ്ണൂർ. എന്നിട്ട് എവിടെയെങ്കിലും കമന്റ് ചെയ്തില്ല മോള്? ഏത് യൂട്യൂബിൽ കാണുമ്പോഴും എൻ്റെ ഒക്കെ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് കമന്റ് ചെയ്യണം. അപ്പം ഞാൻ വിളിക്കുമ്പോൾ ഞാൻ അവിടെ പറയും ഇന്ന കമന്റ് ഇട്ട ആളാന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കാണും ഞാൻ. ഓക്കെ, ആ കമന്റ് ചെയ്യുമ്പോൾ 2 കാര്യമുണ്ട്. ഒന്നെന്താ അറിയാം, നമ്മൾ എഴുതുന്നത് കുറച്ചും കൂടി ക്രിസ്പ് ആവും. 2, യെസ് ഐ ലൈക്ക് ഇറ്റ് എന്നല്ല എഴുതുന്നത്, ഈ പറഞ്ഞത് എനിക്ക് ഇഷ്ടമായി. ഇപ്പോൾ ഒരാളൊരു ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് ചെയ്യുമ്പോൾ പറയാ ഈ കറി എനിക്ക് ഇഷ്ടമായി ഇന്ന കാരണം കൊണ്ട്, ഇതിന് ഇന്ന കുഴപ്പമുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴാണ് അയാൾ ശരിക്കും ടേസ്റ്റർ ആവുക. മനസ്സിലായോ? അതുകൊണ്ട് വൈകാവരുത്. സാഫ് സാഫ് ബോൽനാ ഹൈ, സാഫ. ഓക്കെ, ശരി. നോ സർ, ഡോക്ടർ TPS. Doctor. Thank you, doctor. Yeah. Okay. Bye.